ഹലോ, അസ്സലാമുഅലൈക്കും. വെൽക്കം ടു സജനാമാസ് ലിറ്റിൽ വേൾഡ്. എല്ലാവർക്കും സുഖമാണെന്ന് കരുതുന്നു. ഇന്നത്തെ ഒരു പ്രഭാതമാണ് നമ്മളീ കാണുന്നത്. ഇപ്പോഴേകദേശം 6 മണിയോടടുക്കുന്നു. ഒരു മിന്നാമിനിങ് കണ്ടോ? കുറേ സമയം കൊണ്ട് ഞാൻ ഇവിടെ ഇരുന്ന് ഇങ്ങനെ നോക്കുക, അവിടെ തന്നെ നിൽക്കുക, അവിടെ തന്നെ ഇങ്ങനെ ചുറ്റിക്കറങ്ങുക. സാധാരണ ഈ സമയമൊക്കെ ഞാൻ നമസ്കരിച്ചിട്ട് വീണ്ടും പോയി കിടക്കാറാ പതിവ്. ഇന്നെനിക്ക് എന്തോ തോന്നി കുറച്ച് സമയം ഇങ്ങനെ ഇരുന്നാലോ. ഇന്ന് രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റിൻ്റെ കൂടെയുള്ള ഒരു സൈഡ് ഡിഷ്, ബ്രേക്ക്ഫാസ്റ്റിൻ്റെ കൂടെ കഴിക്കുന്ന ഒരു ഡിഷ് ഇന്ന് നിങ്ങൾക്ക് കൂടി ഷെയർ ചെയ്യാമെന്ന് കരുതി. ഞാൻ കരുതി ഇന്നത്തെ പ്രഭാതവും കൂടി ഈ വീഡിയോയിലിരിക്കട്ടെ. നമ്മുടെ വീട്ടിൽ നിന്ന് മുന്നോട്ടുള്ള വ്യൂ ആട്ടോ. ശരിക്കും നല്ല വൃക്ഷങ്ങളുണ്ട്. നമ്മുടെ ലൊക്കാലിറ്റിയിലുള്ള പ്രത്യേകത എന്ന് പറയുന്നത് ഒരുപാട് വൃക്ഷങ്ങൾ നിറഞ്ഞ ഒരു ഏരിയയാണ്. നമ്മുടെ വീടിന്റെ മുന്നിൽ തന്നെ വലിയൊരു പ്ലാവുണ്ട് കണ്ടോ. ഭയങ്കര ഇന്റിമസിയായി ഈ പ്ലാവിനോട് എനിക്ക്. ഭയങ്കര വലിപ്പമുള്ളൊരു, ഒരുപാട് ശാഖകളുള്ളൊരു പ്ലാവ. ഒരു ചായയുടെയൊക്കെ കഴിഞ്ഞു. ഒരു ചെറിയ സ്നാക്കും ഒക്കെ ചായയോടെ കഴിച്ചിട്ട് അപ്പൊ നമുക്ക് ഇന്നത്തെ ദിവസം തുടങ്ങാം. എല്ലാവർക്കും നല്ലൊരു ദിവസമായിരിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. എൻ്റെ വീഡിയോകൾ കണ്ടിട്ടില്ലാത്തവർ, സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക, മാക്സിമം ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഇന്നത്തെ നമ്മുടെ കുഞ്ഞ് വളരെ നൊസ്റ്റാൾജിക് ആയിട്ടുള്ള ആ ഒരു ഡിഷ് നിങ്ങൾക്ക് ഷെയർ ചെയ്യുകയാണ്. നമുക്കതിൻ്റെ വീഡിയോയിലേക്ക് കടക്കാം. അപ്പോൾ നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ ഇന്നത്തെ അപ്പത്തിന്റെ കൂടെ ഞാൻ ഉണ്ടാക്കുന്ന സിമ്പിൾ ഡിഷ് എന്ന് പറയാൻ പറ്റില്ല, ഇതിന് പറയുന്നതാണ് ഏത്തക്ക കാച്ചിയത്. ഇതിനോട് നമുക്ക് വളരെ ഇന്റിമസി ഉള്ള ഒരു സംഭവം. കാരണം എന്റെ കുട്ടിക്കാലം തൊട്ട് ഞാൻ കഴിച്ചിരുന്നതും എന്റെ മക്കൾ സ്കൂളിൽ LKG മുതൽ അവർ ഈ ഒരു ഏജ് എത്തുന്നത് വരെ അവർക്ക് രാവിലെ അപ്പത്തിന്റെ കൂടെ വേറെ ഒരു കറിയില്ലെങ്കിലും ഇത് അവർ സാറ്റിസ്ഫൈഡ് ആണ് ഇത് കഴിക്കുന്നതിന്. അപ്പൊ ആ ഒരു എന്റെ മക്കൾക്ക് വേണ്ടിയിട്ട് ഞാൻ ഉണ്ടാക്കുന്ന ഈ ഒരു ഡിഷ് ഞാൻ നിങ്ങൾക്ക് വേണ്ടി ഷെയർ ചെയ്യുന്നു. ഒന്ന് നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കാം ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള സംഭവങ്ങൾ എന്താ. വളരെ കുറച്ച് ഐറ്റംസ് മതി, ഒന്ന് കണ്ടു നോക്കിക്കേ. അതിലേക്ക് മെയിൻ ഇൻഗ്രീഡിയന്റ് ആണ് നമ്മളെ ഏത്തപ്പഴം. ഞാനൊരു ചെറിയ 2 ഏത്തപ്പഴമാണ് ഈ ഒരു ലെവലിലാണ് കട്ട് ചെയ്തിട്ടിരിക്കുന്നത്. ആവശ്യത്തിന് ഒരു ഹാഫ് പോർഷൻ തേങ്ങയുടെ പാലാണ്, ആവശ്യത്തിന് മധുരം. ഇത് അരിമാവാണ് കേട്ടോ, അരിപ്പൊടിയാണേ. അത് കുറച്ച് അളവിൽ മതി കേട്ടോ. ഇത് 2 സ്പൂൺ വരും. 2 സ്പൂൺ അരിപ്പൊടി, ആവശ്യത്തിന് ജീരകം, ഏലക്ക. ഇതിനെ നമുക്ക് എങ്ങനെ ഒരു കൂട്ടാക്കി എടുക്കാമെന്ന് നോക്കാം. അപ്പോൾ ഇത് കാച്ചുന്നതിനായിട്ട് ഞാനൊരു പാത്രം അടുപ്പിൽ വെച്ചിട്ടുണ്ട്. അതിൽ ഒരു 1.5 ഗ്ലാസ് വെള്ളം ചെറുതായിട്ട് ചൂടാക്കിയതിന് ശേഷം നമ്മൾ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ഏത്തപ്പഴം അതിലേക്ക് ഇട്ട് കൊടുക്കുക. അതിലേക്ക് ആവശ്യമുള്ള പഞ്ചസാര നമ്മൾ നോക്കുക, നമ്മുടെ ലെവലിലുള്ള മധുരം ഉണ്ടോ എന്ന് നോക്കുക. ഞാൻ ഈ ഒരു സ്പൂണിൽ ഇത്ര അളവിലുള്ള പഞ്ചസാരയാണ് ഇതിലേക്ക് ചേർക്കുന്നത്. ഏത്തപ്പഴം നമ്മൾ അവിക്കില്ലേ, പുഴുങ്ങില്ലേ, അതുപോലെ അതിൻ്റെ ഒരു ഹാഫ് കുക്കാവുന്നത് വരെ ഈ വെള്ളത്തിൽ ഏത്തപ്പഴത്തിനെ വേവിക്കുക. നമ്മുടെ ഏത്തപ്പഴം കുക്കായിക്കൊണ്ടിരിക്കുകയാണ്. ആ സമയം തന്നെ നമുക്ക് കുറച്ച് ജീരകം, ചെറു ജീരകം ഉണ്ടല്ലോ, കുറച്ച് തല്ലി ഇട്ടാലും കുഴപ്പമില്ല, നമ്മൾ സാധാരണ തല്ലാതെ ഇട്ടാലും കുഴപ്പമില്ല കേട്ടോ. കുറച്ച് ജീരകം ഇട്ട് കൊടുക്കുക. ഒരു 3-4 ഏലക്ക ഒന്ന് ചതച്ച് അതും കൂടി ഇതിലേക്ക് ഇടുക. ഏകദേശം നമ്മുടെ ഏത്തപ്പഴം ഉണ്ടോ കുക്കായിട്ടുണ്ട്. ഈ ടൈമിൽ കുറച്ച് ഒരു പിഞ്ചുപ്പ് കൂടി ഇട്ട് കൊടുക്കുക.
അതിനുശേഷം നമ്മൾ നേരത്തെ എടുത്തു വെച്ച മാവുണ്ടല്ലോ, ആ മാവില് വെള്ളം ഒഴിച്ച് അതിനെ ഒന്ന് കലക്കി, എന്ന് വെച്ചാൽ കട്ട പിടിക്കാതിരിക്കാനാണ്. നമ്മൾ ഡയറക്റ്റ് ആയിട്ട് അതിലിട്ടാൽ കട്ട പിടിക്കും. അതിനെ ഒന്ന് ഡൈല്യൂട്ട് ചെയ്ത്, വെള്ളം ഒഴിച്ച് ഡൈല്യൂട്ട് ചെയ്തതിനു ശേഷം നമുക്കതിനെ ഇതിലേക്ക്, ഈ കൂട്ടിലേക്ക് ഒഴിച്ചു കൊടുക്കാം. നന്നായിട്ട് ഇളക്കി കൊടുക്കും. അപ്പോൾ നമ്മുടെ മാവിന്റെ കൂട്ടും ഏത്തപ്പഴവും എല്ലാം ഒരുവിധം കുക്കായിട്ടുണ്ട്. തിക്നെസ് കൂടുകയാണെങ്കിൽ നിങ്ങൾക്ക് കുറച്ച് ചൂടുവെള്ളം വേണമെങ്കിൽ ഈ സമയത്ത് ഒഴിച്ചു കൊടുക്കാം. അതുപോലെ മാവിന്റെ അളവ് കുറച്ചുകൂടി ആവശ്യമുണ്ടെങ്കിൽ മാവ് കുറച്ചുകൂടി വേണമെങ്കിലും ചേർക്കാം. അത് കുക്കിങ്ങിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും. ലാസ്റ്റ് നമുക്ക് എടുത്തു വെച്ച തേങ്ങാപ്പാൽ കൂടി ഇതിലേക്ക് ആഡ് ചെയ്യാം. ഇത് ഒരുപാട് ലൂസും ആകരുത്, ഒരുപാട് തിക്കും ആകരുത് കേട്ടോ. ഒരു നിശ്ചിത അളവിൽ നിൽക്കണം അതിന്റെ കൺസിസ്റ്റൻസി എന്ന് പറയുന്നത്. കണ്ടാ, ഈ ഒരു ലെവലിൽ നിൽക്കണം. അപ്പോൾ നമ്മുടെ സിമ്പിൾ ടേസ്റ്റി ആയിട്ടുള്ള ഏത്തക്ക കാച്ചിയത് റെഡി ആയിട്ടുണ്ട്. ഈ ഒരു അളവ് മതി കേട്ടോ. അത് കാരണം ഇത് ഇരിക്കും തോറും അതിന്റെ തിക്നെസ് കൂടും. അതുകൊണ്ട് എപ്പോഴും ഈ ഒരു ലെവലിൽ വേണം നമ്മളത് ലാസ്റ്റ് ഫൈനൽ സ്റ്റേജിൽ അതിന്റെ കുക്കിംഗ് സ്റ്റോപ്പ് ചെയ്യാൻ. ഇനി നമുക്കിത് സെർവ് ചെയ്ത് നമുക്ക് അപ്പത്തിന്റെ കൂടെ കഴിക്കുന്നത് കൂടി കാണാം. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ അവസാനിക്കുന്നു. ഇത് അങ്ങോട്ട് അപ്പത്തിലങ്ങോട്ട് ഒഴിക്കുക. ഭയങ്കര ടേസ്റ്റ് ആണ് കേട്ടോ സംഭവം. ഏത് പ്രായത്തിലുള്ളവർക്കും കഴിക്കാൻ ഇഷ്ടപ്പെടുന്ന സംഭവമാണ്. ഏത്തപ്പഴത്തിന്റെ പീസും അപ്പോ സൂപ്പർ ടേസ്റ്റാ. ഇത് നമുക്ക് അപ്പത്തിന്റെ കൂടെ അല്ലാതെ നമുക്ക് കുടിക്കാം കേട്ടോ. മാവ് കാച്ചി കുടിക്കില്ലേ, കുട്ടികൾക്കൊക്കെ പണ്ട് ചെറുതിലെ കൊടുക്കില്ലേ, അതുപോലെ നമുക്ക് കഴിക്കാവുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് എന്റെ ഇന്നത്തെ നൊസ്റ്റാൾജിക് ഏത്തക്ക കാച്ചിയത് ഇഷ്ടപ്പെട്ട് കാണുമെന്ന് കരുതുന്നു. അടുത്ത ഒരു വീഡിയോ വരുന്നവരെ എല്ലാവരോടും ഒന്നുകൂടി പറയുകയാണ്, ദയവ് ചെയ്ത് എന്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, മാക്സിമം ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അടുത്തൊരു വീഡിയോ വരുന്നവരെ എല്ലാവർക്കും അസ്സലാമു അലൈക്കും, ബൈ.